നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1.5 വർഷമായി കോമാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ മംഗലാപുരം സ്വദേശി ടിറ്റോ തോമസ് നിപ്പ ബാധയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. നിപ്പ രോഗിയെ ചികിത്സിച്ചതിനെ തുടർന്നാണ് ടിറ്റോയ്ക്കും രോഗം പിടിപെടുന്നത്. ഇപ്പോഴിതാ കോമാവസ്ഥയിൽ കഴിയുന്ന ടിറ്റോ തോമസിന് 17 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക നൽകുന്നത്. 2023 നിപ്പ എൻസെഫലൈറ്റിസ് രോഗബാധയേറ്റ ടിറ്റോ 1.5 വർഷത്തോളമായി അബോധാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതേ ആശുപത്രിയിൽ തന്നെ അത്യാഹിത വിഭാഗത്തിൽ നഴ്സായിരുന്ന ടിറ്റോയ്ക്ക് ചികിത്സയ്ക്കെത്തിയ നിപ്പ രോഗിയിൽ നിന്നാണ് രോഗം പിടിപെട്ടത്. നിപ്പയിൽ നിന്ന് മുക്തി നേടിയെങ്കിലും അധികം വൈകാതെ പാർശ്വഫലമായി ലേറ്റന്റ് എൻസെഫലൈറ്റിസ് ബാധിക്കുകയായിരുന്നു. ഇപ്പോൾ തൊണ്ടയിൽ ഘടിപ്പിച്ച ട്യൂബിലൂടെയാണ് ഈ 24-കാരൻ ശ്വാസോച്ഛ്വാസം നടത്തുന്നത്. ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. മംഗലാപുരം മർദാല സ്വദേശിയായ ടിറ്റോ ജോസഫ് നഴ്സിംഗ് പഠനം കഴിഞ്ഞ് 2023 ഏപ്രിൽ 23-നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി എത്തുന്നത്. ഓഗസ്റ്റ് അവസാനം ഇതേ ആശുപത്രിയിൽ കടുത്ത പനിയുമായി എത്തുകയും ഇവിടെ വെച്ച് മരിക്കുകയും ചെയ്ത രോഗിക്ക് മരണശേഷം നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. ഇതേ രോഗിയെ പരിചരിക്കുന്നതിനിടെയാണ് ടിറ്റോയ്ക്ക് രോഗബാധ ഉണ്ടായത്. രോഗമുക്തി നേടി ക്വാറന്റൈൻ പൂർത്തിയാക്കി നവംബറിൽ വീട്ടിലെത്തിയ ടിറ്റോയ്ക്ക് ആ സമയം മുതൽ തലവേദനയും കഴുത്തുവേദനയും ഉണ്ടായിരുന്നുവെന്ന് ടിറ്റോയുടെ സഹോദരൻ ഷിജോ തോമസ് പറയുന്നു. അന്ന് തലവേദന അത്ര കാര്യമായി എടുത്തിട്ടില്ല. വീണ്ടും ജോലിയിൽ പ്രവേശിച്ച ടിറ്റോയ്ക്ക് ഡിസംബറിൽ ശക്തമായ തലവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലേറ്റന്റ് എൻസെഫലൈറ്റിസ് ബാധിച്ചതായി കണ്ടെത്തിയത്. തുടർന്ന് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ചികിത്സ തുടങ്ങി. ചികിത്സ തുടരുന്നതിനിടെ ടിറ്റോ അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അഭിപ്രായം. എന്നാൽ കൂടുതൽ സൗകര്യങ്ങളുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ ടിറ്റോയുടെ ചികിത്സ തുടരണമെന്നാണ് ടിറ്റോയുടെ കുടുംബം പറയുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് പ്രധാന തടസ്സം. ജോലി ഉപേക്ഷിച്ച് കോഴിക്കോട് ആശുപത്രിയിൽ ടിറ്റോയ്ക്ക് കൂട്ടിരിക്കുകയാണ് ഏക സഹോദരൻ ഷിജോ തോമസും അമ്മ ലിസിയും. ഇതുവരെയുള്ള ചികിത്സ പൂർണ്ണമായും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനകം 40 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി മാനേജ്മെന്റ് ചെലവഴിച്ചു. തുടർ ചികിത്സയ്ക്കായി സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ടിറ്റോയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആരോഗ്യവകുപ്പിന് അറിയാമെന്നും സാമ്പത്തിക സഹായം ലഭിച്ചാൽ ടിറ്റോയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകുമെന്നും കുടുംബം പറഞ്ഞിരുന്നു. നിപ്പ വൈറസ് മൂലം പിന്നീട് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നതാണ് നിപ്പ എൻസെഫലൈറ്റിസ്. ഇത് രോഗബാധിതനെ അബോധാവസ്ഥയിലേക്ക് നയിക്കുകയും അപസ്മാരത്തിനും കോമയ്ക്കും കാരണമാവുകയും ചെയ്യും. ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നിപ്പ എൻസെഫലൈറ്റിസിന് നിലവിൽ നൽകി വരുന്നത്.